ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോ മിശിഹായില് ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഉയർപ്പ് കാലത്തെ ഈ ഞായറാഴ്ചയിൽ നാം വചനവിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈശോ തന്റെ ഉദ്ധാനത്തിന് ശേഷം 3ാമത്തെ പ്രാവശ്യം തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ്. ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന അവസരത്തില് തങ്ങളുടേതായ പഴയ ചിന്തകളിലേക്ക്, പഴയ വ്യാപാരങ്ങളിലേക്ക് കടന്നു പോകുന്ന ശിഷ്യന്മാരെയാണ് വചനത്തിലൂടെ കണ്ടുമുട്ടുക. തിബേരിയസ് എന്ന് പറയുന്ന കടത്തിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാര്, അവിടെ മീൻ ലഭിക്കുവാനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിലേക്ക്, അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഉത്തരനായ ക്രിസ്തുവിനെയാണ് നാം തിരിച്ചറിയുന്നത്. ഈ ഉത്തരനായ ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ശിഷ്യന്മാര് തങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും തങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കുകയും ചെയ്യുന്ന രംഗമാണ് ഈ വചനത്തിലൂടെ നാം കണ്ടുമുട്ടുക. ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് 3 ചിന്തകളാണ് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് സ്വയം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നതാണ്. തിബേരിയാസ് കടൽത്തീരത്ത് കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്ന ശിഷ്യന്മാര് ഈ ഒരു വചനത്തിന്റെ ആദ്യ ഭാഗം നാം കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് മത്സ്യത്തിന്റെ സമ്പത്ത് ലഭിക്കുമ്പോൾ അതിനെ ഓർത്ത് അത് ക്രിസ്തുവാൻ തിരിച്ചറിയുന്ന ശിഷ്യന്മാരെയാണ് നാം പിന്നീട് കാണുന്നത്. ഇപ്രകാരമുള്ള ശിഷ്യന്മാരുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും അവനെ മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് വെളിപ്പെടുത്തുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് വചനം നമുക്ക് നൽകുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട്, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവിത സാക്ഷ്യമായിട്ട് മാറ്റുവാനുള്ള വലിയൊരു ബോധ്യം അല്ലെങ്കിൽ വലിയൊരു അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. വീണ്ടും വചനഭാഗം നമുക്ക് നൽകുന്ന 2ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തു ദർശനങ്ങളെ മുറുകെ പിടിക്കുക എന്നതാണ്. ക്രിസ്തു ദർശനങ്ങളെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്തു നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് എപ്രകാരമുള്ള മത്സ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന അവസരത്തില് അവർക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് ക്രിസ്തു കടന്നു വരിക. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം പ്രത്യാശ നിറഞ്ഞ, പ്രതീക്ഷ നിറഞ്ഞ അവസരങ്ങളുമായിട്ട് ക്രിസ്തു കടന്നു വരുമ്പോൾ അത് ജീവിതത്തിന്റെ പ്രതിസന്ധികളാകാം, പരാജയങ്ങളാകാം. ആ ഇടങ്ങളിലെല്ലാം ക്രിസ്തുവിനെ ദർശിക്കുവാനും ആ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുമ്പോഴും നമുക്ക് പ്രത്യാശയുടെ ജീവിതങ്ങളായിട്ട് മാറ്റുവാൻ സാധിക്കും. ഒരിക്കൽ ഞാൻ വായിച്ചു കേട്ട ഒരു കഥ ഇപ്രകാരമാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു. ഒരു വലിയ മലയുടെ മുകളിലെത്തി ദൈവത്തെ പഠിക്കുകയാണ്. തുടർന്ന് മരിക്കാനൊരുങ്ങുമ്പോൾ അതിലൂടെ കടന്നു വരുന്ന ഒരു ഭിക്ഷക്കാരൻ അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. ഈ രക്ഷിക്കുന്ന അവസരത്തിൽ ഈ യാചകനോട് അല്ലെങ്കിൽ ഭിക്ഷക്കാരനോട് ഇപ്രകാരമാണ് ആ യുവാവ് ചോദിക്കുന്നത്: എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത്? പെട്ടെന്ന് തന്നെ യാചകൻ ഇപ്രകാരമാണ് അദ്ദേഹത്തോട് മറുപടി പറയുന്നത്: നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കോമ ഇട്ടു. ജീവിതത്തിലെ പ്രതിസന്ധികളിലൊക്കെ വീണ്ടും ജീവിക്കുവാനുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകപ്പെടുന്നത്. ഒരു പ്രതീക്ഷ നൽകുകയാണ്, പ്രത്യാശ നൽകുകയാണ്. അതാണ് തിബേരിയാസ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിലൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ ഇടങ്ങളില് തിബേരിയാസിന്റെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന നല്ലൊരു മനോഭാവം നമുക്ക് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. വീണ്ടും 3ാമത്തെ ചിന്തയായിട്ട് വചനഭാവം നമുക്ക് നൽകുന്നത് ക്രിസ്തുവിന്റെ ജീവിതത്തിനനുസൃതം നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുക എന്നതാണ്. തിബേരിയസിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാരിലേക്ക് വലിയ രൂപാന്തരണം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്ന പത്രോസും മറ്റു ശിഷ്യന്മാരും തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു രൂപാന്തരണം സാധ്യമാക്കുന്നുണ്ട്. അതാണ് അവരുടെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകുന്ന വലിയൊരു സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിലും പലവിധത്തിലുള്ള രൂപാന്തരീകരണങ്ങൾ ജീവിതത്തിലേക്ക് നൽകപ്പെടുമ്പോൾ അതിനെ തിരിച്ചറിയുവാനും മറ്റുള്ളവരേക്ക് അതൊരു ദൈവസ്വരമായിട്ട് ശ്രമിച്ചുകൊണ്ട് മറ്റുള്ളവരേക്ക് സാക്ഷ്യമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും പ്രകാരമുള്ള രൂപാന്തരണത്തിന്റെ ജീവിതങ്ങളായി മാറ്റുവാൻ സാധിക്കും. ഒരു ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായുള്ള വിളി എന്ന് പറയുന്നത് ക്രിസ്തുവായി തീരുക എന്നതാണ്. അതാണ് തിബേരിയാസിന്റെ തീരം നമുക്ക് നൽകുന്നത്. ജീവിതം എപ്പോഴും ക്രിസ്തുവായിട്ട് മാറ്റപ്പെടുമ്പോൾ അത് സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സ്വന്തമാക്കുവാനും
സ്നേഹസ്ഥാനത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ സാധിക്കുമ്പോഴൊക്കെ നാമൊക്കെ ഈ കുർബാനയിലൂടെയുള്ള ഒരു ജ്വലനം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിന്റെ കുദാശിയായ വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ഈ ക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഒരു ഇഷ്ടമായിട്ട് സ്വന്തമാക്കിക്കൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തുവിന്റെ കാലടി പാടിലൂടെ കടന്നു പോകുവാനും അങ്ങനെ ക്രിസ്തുവിന്റെ ആ വലിയ സാക്ഷ്യമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദിവസം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.